നമ്മുടെ ഫ്ലവറിങ്ങിൻ്റെ പ്ലാന്റ്സിൻ്റെ ലോഡ് ആരും മറക്കരുത്. തീർച്ചയായിട്ടും ഞായറാഴ്ച, ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ ഫ്ലവറിങ്ങിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ലോഡ് വരുന്നുണ്ട്. ഒരുപാട് കളക്ഷൻ ഉണ്ടാവും. ഞായറാഴ്ച തന്നെ വന്നിട്ട് നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്യുക. അപ്പോൾ ഗീവവൻ്റെ കാര്യം ആരും മറക്കണ്ട. മാക്സിമം നമ്മുടെ ഈ ഒരു എല്ലാ വരുന്ന വീഡിയോകളൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ കസ്തൂരിയാന്ന് വിചാരിക്കേണ്ട, ബ്ലാക്ക് സ്റ്റോണാന്ന് വിചാരിക്കേണ്ട. പുതിയൊരു മാവ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെറൈറ്റിയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള, കൂടുതൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കാണപ്പെടുന്ന ഒരു മാങ്ങണി. കാലിഫോർണിയയിലൊക്കെ 80% ഇത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു മാങ്ങയാണ് ഈ നാംഡോക്കുമായി എന്ന് പറഞ്ഞത്. ഒരുപാട് സവിശേഷതകളുള്ള തായ്ലൻഡിലെ തന്നെ ഏറ്റവും ഫേവറേറ്റ് മാങ്ങയാണ് ഈ നാംഡോക്കുമായി. പിന്നെ ഇത് ഇതാണ് നമ്മുടെ ജഹാംഗീർ മാംഗോ ആണ്. ജഹാംഗീർ. അപ്പോൾ ഈ വെറൈറ്റി നിങ്ങൾക്ക് ഇതിൻ്റെ ചിലവർക്ക് ഈ ഇല ഇത് സൂം ചെയ്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ ഇല കണ്ടില്ലേ? ഇല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മാവിൻ്റെ വെറൈറ്റികൾ കാണിക്കാം. നമ്മളിപ്പോൾ കാണിക്കുന്ന കുറച്ച് പ്ലാന്റുകൾ, അതായത് എല്ലാം 800 റുപ്പീസിന് 800 രൂപക്കാണ്. ഈ ഹൈറ്റ് നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ പുള്ളിയുടെ പേരിങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടായിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഒരു ക്ലയൻറ്റ് അയച്ചെന്നതാണ് ഈ ഒരു പുള്ളി അയച്ചത്. ഇതിൽ ഏകദേശം പക്ഷേ ഫീറ്റോളം ഹൈറ്റിൽ പോകുന്ന ഒരു പ്ലാന്റ് R2E2. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഓസ്ട്രേലിയൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള മാംഗോ ആണ്. ഈ ജയത്തായിട്ട് ഇതിലിട 7 അടി. ഇത് കണ്ടില്ലേ? ഇത്രയും വലിയ പ്ലാന്റുകളാണ്. 7 അടിയോളം പോകുമ്പോൾ നമ്മളിതൊരു ഗിഫ്റ്റായിട്ട് നമ്മൾ ഈ ചിന്നരസാലും മാംഗോ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഹലോ അബിയ ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ പ്ലാന്റ്സിൻ്റെ റേറ്റാണ്. നമ്മളിപ്പോൾ ഇനി പുതിയ വന്ന സ്റ്റോക്കുകളെ മാക്സിമം റേറ്റ് കുറച്ചിട്ട് ഏറ്റവും വലിയ പ്ലാന്റ്സുകൾ നമുക്ക് ഏതൊക്കെ കളക്ഷനാണ് വന്നിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും സൈസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റീസ്, മാവിൻ്റെ വെറൈറ്റീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വെറൈറ്റീസ് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളതിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ റേറ്റ് ഉൾപ്പെടെ നമുക്ക് കാണിക്കാം. പിന്നെ കൂടാതെ നിങ്ങളാരും മറക്കേണ്ട ഗീവവേൻ്റെ കാര്യം. നമ്മുടെ ഗീവവേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 200-250 ആളായിട്ടും നമുക്ക് ഇത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരെല്ലാവരും നമ്മളിപ്പോൾ ഓരോരുത്തരുടെ പേരും കാര്യങ്ങളൊക്കെ മൊബൈൽ നമ്പറും നമ്മൾ എഴുതി ഓരോന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു മാസം തന്നെ ആ ഒരു ഗീവവേൻ്റെ ഒരു ചെറിയൊരു നറുക്കെടുപ്പ് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. അത് നമ്മുടെ ഗീവവേ എങ്ങനെയാണെന്ന് വെച്ചാൽ വീണ്ടും ഞാൻ ഒന്നും കൂടെ പറയണം. കാണാത്തവർ നമ്മുടെ കഴിഞ്ഞ വീഡിയോ പോയിട്ട് ഒന്നുകൂടി കാണാം. അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് 3000 രൂപയുടെ 3 പേർക്കാണ് നമ്മൾ ഗീവവേ കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഇവിടെ വന്ന് എടുക്കുക. ആ നിറക്കിൽ കിട്ടുന്ന ആളുകൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഏത് ചെടി ആയിക്കോട്ടെ, ആ ഒരു 3000 രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ചെടി എടുക്കുക. കാരണം നമ്മൾ ഇന്ന പ്ലാന്റ് എന്ന് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആ പ്ലാന്റ് ഉണ്ടാവാം. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന പ്ലാന്റ് എന്ന് പറയാതെ 3000 റുപ്പീസിന് ഇഷ്ടമുള്ള പ്ലാന്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. 3 പേർക്കാണ് നമ്മൾ ഈ ഗീവ് അവേ കൊടുക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിൽ മാത്രം നമ്മൾ വരുന്ന വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടാതെ തന്നെ 62 38 76 46 52 എന്നുള്ള നമ്പറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ് ഒരുപാട്, ഏകദേശം എനിക്ക് തോന്നുന്നു 2 മാസത്തോളമായി നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ് ലോഡ് ഇറക്കിയിട്ട്. കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം പിന്നെ നമ്മൾ കുറച്ച് സൈറ്റ് വർക്ക് നമുക്ക് നടന്നുകൊണ്ടിരിക്കുക, ലാൻഡ്സ്കേപ്പ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കുറച്ച് ബിസിയിലാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഇറക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വീണ്ടും നമ്മുടെ വരുന്ന ഞായറാഴ്ച, അതായത് ഈ വരുന്ന സൺഡേ നമുക്ക് ലോഡ് വരുന്നുണ്ട്. ഫ്ലവറിങ് പ്ലാന്റിൻ്റെ ഉഗ്രൻ കളക്ഷൻ. റോസൊക്കെ നിങ്ങൾക്ക് 5 എണ്ണം 100 രൂപയൊക്കെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ കൂടാതെ ഓൺ റൂട്ട് റോസുകളൊക്കെ 25 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹ്യൂജ് കളക്ഷൻ ഉണ്ടാവും. ഡയാന്തസ്, ജർബറ, അങ്ങനെ തുടങ്ങി എല്ലാ സാധനങ്ങളും ഇഷ്ടം പോലെ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ലോഡ് വരികയാണ്. ഞായറാഴ്ച എല്ലാവരും വരിക, ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യുക. വളരെ ചീപ്പ് റേറ്റാണ് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എല്ലാവരും ഓരോ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒരുപാട് നമ്മുടെ കസ്റ്റമേഴ്സ് കുറേ ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ പുള്ളിയുടെ പേരിങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടായിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഒരു ക്ലയൻറ്റ് അയച്ചെന്നതാണ് ഈ ഒരു പുള്ളി അയച്ചത്. ഇതിൽ ഏകദേശം പക്ഷേ കാണുന്നത് എന്താ വെച്ചാൽ ബിജു എന്നാണ്. ഞാൻ നിങ്ങൾക്ക് അതിൽ കാണിച്ചു തരാം. ബിജു എന്നാണ് പുള്ളിയുടെ പേര് ഉള്ളത്. പിന്നെ പുള്ളി പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഡോണ്ട് ഗോ ടു അബിയ ഗാർഡൻ നഴ്സറി ബിക്കോസ് ദേ ആർ ചീറ്റിംഗ് ദ പീപ്പിൾ. ഐ ഹാവ് വെരി ഗുഡ് എക്സ്പീരിയൻസ്, പ്ലീസ് കെയർഫുൾ. എനിക്ക് ഈ ബിജു എന്ന് പറഞ്ഞ സഹോദരനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ
ഫസ്റ്റ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ബിജു എന്ന് പറഞ്ഞ ആളോട് ചോദിക്കുകയാണ്, ഈ സഹോദരനോട് നമ്മൾ ചോദിക്കുകയാണ്, ഞങ്ങൾ നിങ്ങളെ എന്താണ് ചീറ്റ് ചെയ്തത്? അതൊന്നാമത്തെ കാര്യം നിങ്ങൾ പറയണം. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടേക്ക് പോവരുതെന്ന് പറഞ്ഞത്? അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ദുരനുഭവം എന്താണെന്ന് നിങ്ങൾ പറയാം. ഞങ്ങൾ ഈ ഇത്രയും കാണുന്ന ഈ മെയിൻ ഹൈവേയിൽ അങ്കമാലി, ഈ അബിയ ഗാർഡൻ്റെ ലൊക്കേഷൻ വരുന്നത് അങ്കമാലി ആലുവ നാഷണൽ ഹൈവേയിലാണ്. ഇത്രയും തുറന്നായ സ്ഥലത്ത്, വളരെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് എല്ലാ പ്ലാൻസിൻ്റെയും റേറ്റും കാര്യങ്ങളും പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് പുള്ളി പറഞ്ഞിരിക്കുകയാണ് നമ്മൾ പുള്ളീനെ ചീറ്റ് ചെയ്തതെന്ന്. ആ ചീറ്റ് ചെയ്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നമുക്ക് ഒരാളെ പോലും ചീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാ കാര്യങ്ങളും ഓപ്പണാണ്. പക്ഷേ എനിക്ക് പുള്ളിനോട് പറയാനുള്ളത്, അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. എത്ര കമൻ്റ് ഇട്ടാലും ശരി, മനസ്സിലായില്ലേ? ഞാനിപ്പോൾ ഈ ഫീൽഡിൽ വന്നിട്ട് ഏകദേശം 7-8 കൊല്ലമായി നമ്മൾ ഈ ചെടിയുടെ പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ആ പുള്ളിനോട് പറയാനുള്ളത് ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഏകദേശം 7-8 വർഷമായിട്ട് നമ്മൾ ഈ ചെടിയുമായിട്ട് ബന്ധപ്പെട്ട് പോണതാണ്. ഒരാളെ നമ്മൾ പറ്റിക്കാൻ പോയിട്ടില്ല, പറ്റിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആരും ഇവിടെ കൊടുന്ന് നിർബന്ധിച്ചിട്ട് ഒരു സാധനം നമ്മൾ എടുക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചീറ്റ് ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും ആ പുള്ളി നമ്മുടെ നഴ്സറിയിൽ വരിക, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് പറഞ്ഞോളൂ. നമ്മൾ ലൈവ് വീഡിയോ ചെയ്യും അതിൻ്റെ. ഞങ്ങൾ എന്താണ് ചീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ആ ലൈവ് വീഡിയോ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കും. കാരണം നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. ഞങ്ങൾക്ക് അതാണ് പറയുന്നത്, ഒരാളെയും നമ്മൾ ചീറ്റ് ചെയ്യാനില്ല. ഞങ്ങൾ നമ്മുടേതായ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എന്താണോ പറയുന്നത് അതിൽ 1 രൂപ പോലും മാറാതെ അതേ പ്രൈസിൽ തന്നെ ഇവിടെ ടാഗ് ചെയ്തിട്ടുള്ള എല്ലാം നമ്മുടെ നഴ്സറിൽ വന്നാൽ നിങ്ങൾക്ക് കാണാം, കംപ്ലീറ്റ് ടാഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലാണ്ട് ടാഗ് ചെയ്യാണ്ട് നമ്മളൊരു മാറ്റി റേറ്റ് നമ്മൾ ആരോടും പറയണില്ല. വീഡിയോയിൽ എന്താണോ പറയുന്നത് വെച്ചാൽ ആ റേറ്റ് മാത്രമേ നമ്മളിവിടെ പറഞ്ഞുള്ളൂ. തീർച്ചയായിട്ടും പിന്നെ എല്ലാത്തിലും ഉണ്ടാവുമല്ലോ ഇതുപോലെ കുറച്ച് ആളുകൾ. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് നമുക്ക് പറയണം, നമ്മൾ മറ്റുള്ള കമൻറ്റുകൾക്കൊന്നും റീപ്ലൈ കൊടുക്കാത്ത, പക്ഷേ നമുക്കിത് കേട്ടപ്പോൾ ഒരു സങ്കടമായി, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. നമ്മൾ ആരും ചീറ്റ് ചെയ്യാനില്ല. നമ്മൾ ഇവിടെ വരാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെടികളുണ്ട്, നമ്മൾ പറഞ്ഞ വിലക്ക് മാത്രമേ ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഒരുപാട് നല്ല കമൻറ്റ് ഇട്ട ഒരുപാട് പേരുണ്ട്, ഒരുപാട് കമൻറ്റ്സ് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ ഗീവ് അവേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കമൻറ്റ് ചെയ്ത് എല്ലാവരും നമ്മൾ ഗീവ് അവേയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഈ പറഞ്ഞ ബിജു എന്ന് പറഞ്ഞ സഹോദരനോട് നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് പുള്ളിനോട് ഒരു ദേഷ്യമില്ല. പക്ഷേ ഇങ്ങനത്തെ പുള്ളിയുടെ കമൻറ്റ് കണ്ടപ്പോൾ മാത്രം നമുക്കൊരു സങ്കടമായി. എന്തെന്നായാലും തീർച്ചയായിട്ടും നമ്മുടെ നഴ്സറിലോട്ട് നിങ്ങൾ പോരും. ഇനി വന്നാൽ പോലും നമ്മൾ സാധനം തരാണ്ടിരിക്കൊന്നുമില്ല. ഈ പറഞ്ഞ ബിജു എന്ന് പറഞ്ഞ ആളോട് നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മാവിൻ്റെ വെറൈറ്റികൾ കാണിക്കാം. നമ്മളിപ്പോൾ കാണിക്കുന്ന കുറച്ച് പ്ലാന്റുകൾ, അതായത് എല്ലാം 800 റുപ്പീസിന് 800 രൂപക്കാണ്. ഈ ഹൈറ്റ് നിങ്ങൾ നോക്കിക്കോളൂ. ഏകദേശം 7 അടി 8 അടിയോളം പൊക്കമുള്ള അത്യാവശ്യം നല്ല കടവണ്ണത്തിലിരിക്കുന്ന 15-16 കവർ സൈസ് 15x16 കവർ സൈസിലിരിക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം 800 രൂപ. നമ്മൾ 1200, 1000 ആ റേഞ്ചിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റാണ് ഇപ്പോൾ കംപ്ലീറ്റ് നമ്മൾ 800 രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് വെറൈറ്റി. ചില മാംഗോ പ്ലാന്റ്സ് കളക്ഷൻ ഉള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ അരുണിമ മാംഗോസിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൽ നമ്മളതിൽ വന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് പുഷ അരുണിമ എന്ന് പറഞ്ഞ വെറൈറ്റി. ഈ പുഷ അരുണിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ വെറൈറ്റി മാംഗോ ആണ് ഈ പുഷ അരുണിമ പറഞ്ഞത്. നല്ല ഫ്ലഷ് ഉള്ള ഒരു വെറൈറ്റി മാംഗോ ആണ് ഈ പുഷ അരുണിമ എന്ന് പറഞ്ഞത്. പിന്നെ കൂടാതെ തന്നെ നല്ല അത്യാവശ്യം റെഡിഷ് കളറുള്ള മാർക്കറ്റിൽ നന്നായിട്ട് റേറ്റ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് പുഷ അരുണിമ. വളരെ ഫേമസ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള വെറൈറ്റിയാണ് അരുണിമ വെറൈറ്റിയിലെ പുഷ അരുണിമ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ. ഈ പ്ലാന്റ് നമുക്ക് ഏകദേശം 50 പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ചെറിയ പ്ലാന്റ് കൊടുന്ന് വലുതാക്കി കൊടുക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റിന് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നമ്മൾ 800 രൂപക്കാണ് പുഷ അരുണിമ മാംഗോ. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് വീടുകളിൽ ഒരെണ്ണം വെക്കാൻ നിർബന്ധമായിട്ട് നാംഡോക്കിൻ്റെ കൂടെ ആർട്ടിവിറ്റിൻ്റെ കൂടെ ഒരെണ്ണം നമ്മൾ പ്രിഫർ ചെയ്യുന്ന പ്ലാന്റാണ് പുഷ അരുണിമ. 800 രൂപ. 7 അടി 8 അടി പൊക്കമുള്ള പ്ലാന്റുകൾ. വലിയ മാംഗോ ആണ് ഈ കിങ് ഓഫ് ചക്കാബാത്ത് എന്ന് പറഞ്ഞ മാംഗോ. ഇത് കണ്ടില്ല, ഇത് ഏകദേശം ഒരു 6 അടി 7 അടി പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ. 800 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ 4 kg മാംഗോ. 4 kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വലിയ മാംഗോ 4 കിലോ തൂക്കം വരുന്ന വലിയ മാംഗോ ആണ് ഈ 4 kg മാംഗോ എന്ന് പറഞ്ഞത്. ഇതും നമുക്ക് ഇത് കണ്ടില്ല, ഇതിൻ്റെ സൈസ് കണ്ടോളൂ. ഏകദേശം ഒരു 6 അടി 7 അടി പൊക്കമുള്ള വലിയ പ്ലാന്റുകളാണ്. 800 രൂപക്കാണ് ഈ 4 kg മാംഗോ കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഓസ്റ്റിൻ മാംഗോ, വളരെ ഫേമസ് ആയിട്ടുള്ള ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഈ ഒരു റെഡിഷും ഗ്രീനും വരുന്ന നല്ല
എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അപ്പിയറൻസ് മെയിനായിട്ട് ഈ മാംഗോയുടെ അപ്പിയറൻസ് തന്നെയാണ് ഇതിൻ്റെ ഭംഗി അതാണ്. പിന്നെ കൂടാതെ തന്നെ നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ഈ ഓസ്റ്റീൻ മാംഗോ എന്ന് പറഞ്ഞത്. വളരെ ഫേമസ് ആയിട്ടുള്ള മാംഗോ ആണ് ഇത്. നമുക്ക് നമ്മുടെ കയ്യിൽ സൈസ് വരുന്നത് ഏകദേശം ഒരു 5 അടി 6 അടി പൊക്കമുള്ള ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. കുറച്ച് മുമ്പ് നമ്മൾ കൊടുന്ന് ഇറക്കി വലുതാക്കി എടുത്തതാണ് ഇത്. നമ്മളിപ്പോൾ 800 രൂപയ്ക്കാണ് ഈ ഓസ്റ്റീൻ മാംഗോ കൊടുക്കുന്നത്. ഇതൊക്കെ വീടുകൾ തീർച്ചയായിട്ടും മാംഗോ കളക്ഷൻ ഉള്ളവർക്ക് ഏറ്റവും ടോപ്പ് മാംഗോകളാണ്. ധൈര്യമായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റിയാണ് ഈ ഓസ്റ്റീൻ എന്ന് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മിയാസാക്കിൻ്റെ വലിയ പ്ലാന്റുകൾ, ഇതിൻ്റെ കടവണ്ണ കണ്ടോട്ടെ, മിയാസാക്കിൻ്റെ കടവണ്ണ കണ്ടില്ലേ, വലിയ പ്ലാന്റുകൾ 7 അടിയൊക്കെ പൊക്കമുള്ള വലിയ ഈ പ്ലാന്റൊക്കെ നിങ്ങൾക്ക് ഇത് ഓവർ ബുഷ് ഉണ്ടാവില്ല നമ്മളെ ഈ പ്ലാന്റുകൾ. ഇത് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ട്രെയിൻ ചെയ്തിട്ടുള്ളത്. ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ്. 800 രൂപയാണ് വലിയ പ്ലാന്റ്, മിയാസാക്കിയുടെ പ്ലാന്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ബ്രൂണേ കിങ് ഏകദേശം 3 കിലോനൊക്കെ തൂക്കം വരുന്ന പ്ലാന്റാണ് ബ്രൂണേ കിങ്ങിൻ്റെ വലിയ പ്ലാന്റ്. ഒരു 7 അടി 6 അടി പൊക്കമുള്ള വലിയ പ്ലാന്റ് 800 രൂപ. പിന്നെ അതേപോലെ തന്നെ റെഡ് ഐവറി, നല്ല അടിപൊളി മാംഗോ ആണ് ഈ റെഡ് ഐവറി എന്ന് പറഞ്ഞ വെറൈറ്റി. തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് ഒരു റെഡ് ഐവറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ചിട്ടുള്ളൊരു മാങ്ങയാണ് ഈ റെഡ് ഐവർ എന്ന് പറഞ്ഞാൽ. നല്ല ടേസ്റ്റുള്ള, നല്ല അത്യാവശ്യം നല്ല ഫ്ലഷുള്ള ഫൈബറുള്ള ഒരു വെറൈറ്റിയാണ് ഈ മറ്റേ റെഡ് ഐവറി എന്ന് പറഞ്ഞത്. ഇതിനൊക്കെ വലിയ പ്ലാന്റുകൾ 6 അടി 7 അടി പൊക്കമുള്ള വലിയ പ്ലാന്റ് നമുക്ക് കൊടുക്കുന്നത് ഇപ്പോൾ 800 രൂപ റെഡ് ഐവറിൻ്റെ വലിയ പ്ലാന്റ്. പിന്നെ നാംഡോക്കുമായി പർപ്പിൾ അഥവാ സിമുവാങ്, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഞാനീ പറഞ്ഞത്, കാരണം സ്കിപ്പ് ചെയ്യരുത്. ഈ നാംഡോക്കുമായി പർപ്പിൾ നമ്മളതിലുള്ള പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു 5 അടി 5.5 അടി ആളം പൊക്കമുള്ള പ്ലാന്റാണ് നാംഡോക്കുമായി സിമുവാങ്ങിൻ്റെ പ്ലാന്റ് ഉള്ളത്. ഞാൻ ഈ പ്ലാന്റ് നമ്മുടെ ഈ മാർക്കറ്റിലിപ്പോൾ കഴിഞ്ഞ വീട് നമ്മളിപ്പോൾ കൊടുക്കുന്ന റേറ്റ്, നമ്മളതിൽ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 രൂപക്കാണ് നമ്മൾ നാംഡോക്കുമായി പർപ്പിളിൻ്റെ സിമുവാങ് എന്ന് പറഞ്ഞ വെറൈറ്റി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പല വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും നാംഡോക്കുമായി പർപ്പിള് 900 രൂപ 1000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ കയ്യിൽ നമ്മുടെ നേഴ്സറിൽ അങ്ങനത്തെ ഒരു പ്ലാന്റ് ഇല്ല. ഈ 900 രൂപയുടെ 1000 രൂപയുടെ ഈ നാംഡോക്കുമായി പർപ്പിളില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒറിജിനൽ ബ്രീഡ് നിങ്ങൾക്ക് നമ്മൾ അത്രയും 100% ഗ്യാരൻറ്റിയോട് കൂടിയിട്ടാണ് ഈ നാംഡോക്കുമായി പർപ്പിൾ തരുന്നത്. 100 പ്ലാന്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഇപ്പോഴല്ല, ഒരു വർഷം ഏകദേശത്തോളമായി. ചെറിയ പ്ലാന്റ് ഒരു 2 അടി പൊക്കമുള്ള പ്ലാന്റ് ഞാൻ ഈ കൊണ്ടുവന്നു. ഒരു പ്ലാന്റിന് 1000 രൂപ കൊടുത്തിട്ട് ഒരു വർഷത്തോളം നോക്കി ഉണ്ടാക്കിയിട്ടാണ്, ഏകദേശം ഒരു 8 മാസം 9 മാസത്തോളം നോക്കി ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു പൊക്കമായത്. എന്നിട്ടാണ് നമ്മൾ ഈ കവർ മാറ്റിയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് ഇറക്കിയിട്ടുള്ളത്. അതിൽ വെള്ളം, അതിൻ്റെ ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഒരു 1500 രൂപക്ക് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത്. ഞാൻ ഒരു പ്ലാന്റ് വാങ്ങിയത് 1000 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും 100% എനിക്ക് ഗ്യാരണ്ടിയാണ്. കാരണം ഈ പർപ്പിൾ വെറൈറ്റി നമ്മൾ എടുക്കുന്ന അവിടെ തന്നെ ഈ പ്ലാന്റ് ഷോർട്ടാണ്. കാരണം നമുക്ക് തന്നെ കിട്ടിയത് 40 പ്ലാന്റാണ്. 100 പ്ലാന്റാണ് ഞാൻ ചോദിച്ചത്, പക്ഷേ 40 പ്ലാന്റാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഒറിജിനൽ വെറൈറ്റി എന്നെ മാറിപ്പോവില്ല. സിമുവാങ് എന്ന് പറയുന്ന നാംഡോക്കുമായി പർപ്പിളിൻ്റെ പ്ലാന്റാണ് 1500 രൂപ. ഒറിജിനൽ ബ്രീഡാണ്. 100% നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി വെക്കുക. ഒരിക്കലും എന്നെ മാറിപ്പോവാത്ത പ്ലാന്റാണ്. 900 രൂപ 1000 രൂപ ചോദിച്ചിട്ട് അവിടെ അത്ര ഉള്ളൂ ഇവിടെ അത്ര ഉള്ളൂ എന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് കാര്യമില്ല. നമ്മുടെ പ്ലാന്റ് ഒറിജിനലാണ്, എനിക്കതേ പറയാനുള്ളൂ. കാരണം അതിൻ്റെ ഇലക്കന്നെ എനിക്ക് ഈ അതേ പ്ലാന്റ് എനിക്ക് 800 രൂപക്ക് 700 രൂപക്ക് തരാൻ പറ്റും. കാരണം അത് പ്ലാന്റ് ഒറിജിനലല്ല. 100% ഞാൻ പോയി കണ്ടതാണ് പ്ലാന്റ് അതാണ്. അപ്പോൾ ഇത് നമ്മൾ 1500 രൂപക്കാണ് 5 അടി 6 അടി പൊക്കമുള്ള നാംഡോക്കുമായി പർപ്പിളിൻ്റെ സിമുവാങ് ഒറിജിനൽ ബ്രീഡ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ കോമൺ ആയിട്ട് മുമ്പ് മുതലേ ഉള്ള ഒരു ചെറിയാണ് ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന് പറയുന്നത്. ചിലർ ആപ്പിൾ ചെറി എന്ന് പറയും, വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന് പറയും. പക്ഷേ ഈ സാധനം നല്ല പുളിയാണ്. കാരണം എന്താ വെച്ചാൽ അച്ചാറിടാനും ഉപ്പിലിടാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓക്കെയാണ്. ഇത് വലിയ പ്ലാന്റുകളാണ്. പക്ഷേ ഇത് ഇപ്പോഴും ഈ ഒരു ചെടിനോട് ഇഷ്ടമുള്ള ആളുകൾ ഒരുപാട് പേര്. കാരണം മെയിൻ്റനൻസ് ഇല്ല, ഇങ്ങനെ കാഴ്ചോണ്ടിരിക്കും ഈ സാധനം. അതൊരു പ്രത്യേകത. ഉപ്പിലിട്ട് കഴിഞ്ഞാലൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണ്. സ്വീറ്റാണെന്ന് പറഞ്ഞിട്ട് ആരും വരണ്ട, അത് നമ്മൾ സ്വീറ്റാന്ന് പറഞ്ഞില്ല. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള നല്ല ടേസ്റ്റുള്ള ടേസ്റ്റ് ഉണ്ട്. ഇത് കഴിക്കാൻ ആഗ്രഹത്തോട് കൂടിയിട്ട് ചെടി ചിലവർക്ക് ഇഷ്ടമാണ് ഇതിൻ്റെ ഫ്രൂട്ട്. എനിക്കിഷ്ടമുള്ള സാധനമായിട്ടത്. കാരണം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറിച്ച് കഴിക്കുന്നൊരു ഫ്രൂട്ടാണ് ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറി. R2E2 നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഓസ്ട്രേലിയൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള മാംഗോ, ആപ്പിൾ മാംഗോ എന്ന് പറയും. അതേപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള നമുക്ക് ടോപ്പ് 10 വെറൈറ്റീസിൽ വെക്കാൻ പറ്റിയ ഒരു മാംഗോ ആണ് ഈ R2E2 എന്ന് പറഞ്ഞത്. അത്യാവശ്യം നല്ല റെഡിഷ് കളറോട് കൂടിയിട്ടുള്ള ഒരു
മഞ്ഞ കളറാണ് ഈ മാംഗോയുടെ അപ്പിയറൻസ് വരുന്നത്. ഇത് കണ്ടില്ലേ, നമ്മൾ കൊടുക്കുന്ന R28 സൈസ് നിങ്ങൾ കണ്ടോ, ഇതാ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് ഏകദേശം 7 അടി. എൻ്റെ ഹൈറ്റ് തന്നെ ഏകദേശം 5-7. അപ്പോൾ ഏകദേശം ഒരു 6 അടി 7 അടിയോളം പൊക്കമുള്ള R28 800 രൂപക്കാണ് ഈ R28. ഓസ്ട്രേലിയൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള, തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഒരെണ്ണം വെക്കാൻ പറ്റിയ മാങ്ങാണ് R28 എന്ന് പറഞ്ഞ മാംഗോ. ഇത് നമ്മൾ 800 രൂപക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ മാംഗോ ആണ് നമ്മുടെ പാകിസ്ഥാൻ ചോൻസ എന്ന് പറഞ്ഞ വെറൈറ്റി. ചൗസ എന്ന് പറയും, ചോൻസ എന്ന് പറയും, പല പേരിൽ ഓരോരുത്തർ പറയുന്നുണ്ട്. ഈ ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശിൽ. മാംഗോ ഫെസ്റ്റിവൽ നടന്നപ്പോൾ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു വെറൈറ്റി നമ്മളവിടെ നാംഡോക്കുമായനക്കായൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആളുകൾ ചോദിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ടായിരുന്നു കൂടുതൽ എൻക്വയറി നടത്തിയിരുന്നത്, ഈ ചോൻസിനെ പറ്റിയിട്ട്. അപ്പോഴാണ് എനിക്കിതിനെ പറ്റിയുള്ള കൂടുതൽ നമുക്കിതിനെ പറ്റി അറിയാൻ പറ്റുന്നത്. കാരണം നമ്മൾ അന്വേഷിച്ചപ്പോൾ പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മാംഗോ ആണ് ഈ പാകിസ്ഥാൻ ചോൻസ എന്ന് പറഞ്ഞ വെറൈറ്റി. നല്ല ഉഗ്രം വെറൈറ്റി ആട്ടോ. അപ്പോൾ ഇത് നമുക്ക് 5 അടി 6 അടി പൊക്കൾ, അധികം പുഷില്ല, നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള പ്ലാന്റ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഒരു 5 അടി 6 അടി പൊക്കമുള്ള പാകിസ്ഥാൻ ചോൻസയുടെ പ്ലാന്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 500 രൂപക്കാണ്. വെറും 500 റുപ്പീസിനാണ് പാകിസ്ഥാൻ ചോൻസ. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ടോപ്പ് 10 വെറൈറ്റീസിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാംഗോ വെറൈറ്റിയാണ് പാകിസ്ഥാൻ ചോൻസ. അപ്പോൾ ഈ വെറൈറ്റി നിങ്ങൾക്ക് ഇതിൻ്റെ ചിലവർക്ക് ഈ ഇല ഒന്ന് ഇത് സൂം ചെയ്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ ഇല കണ്ടില്ലേ, ഇല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതാണ് നമ്മുടെ വെരിഗേറ്റഡ് മാംഗോ. സാധാരണ നമ്മൾ വെരിഗേറ്റഡ് മുസംബി കണ്ടിട്ടുണ്ട്, വെരിഗേറ്റഡ് സീഡ്ലെസ് ലെമൺ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് വെരിഗേറ്റഡ് പേര, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ്. പക്ഷേ മാവിലുണ്ട് വെരിഗേറ്റഡ് വെറൈറ്റീസ്. ഇത് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എവിടെയും നഴ്സറിലൊന്നും കണ്ടിട്ടില്ല. ഇപ്പം നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ സ്റ്റോക്ക് വന്നിട്ട് ഇതൊക്കെ വെരിഗേറ്റഡ് മാംഗോ ആണ്. ഇതിൻ്റെ ഇല പോലെ തന്നെ കണ്ട ഫുള്ളായിട്ട് വെരിഗേറ്റഡ് ആണ് ഇതിൻ്റെ ലീഫൊക്കെ. ഇതിൻ്റെ മാങ്ങ അതേപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻ വേണ്ടിയിരിക്കും വെരിഗേറ്റഡ് മാംഗോ ആവശ്യക്കാർക്ക്. അത്യാവശ്യം വലുപ്പമുള്ള, ഓവർ വലുപ്പമല്ല, അത്യാവശ്യം വലുപ്പമുള്ള മാങ്ങയാണ് ഈ വെരിഗേറ്റഡ്. നമ്മളിപ്പോൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് 800 രൂപക്കാണ് വെരിഗേറ്റഡ് മാംഗോ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ജഹാംഗീർ മാംഗോ ആണ്. ജഹാംഗീറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നാരുള്ള മാംഗോ ആണ് ഈ ജഹാംഗീർ എന്ന് പറഞ്ഞത്. ഇത് വലിയ സൈസാട്ടാ. ഇത് 21 കവർ സൈസാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ കടവണ്ണം കണ്ടില്ലേ, ഇതാ ഇത്രയും ബുഷായിട്ടുള്ള വലിയ പ്ലാന്റ്, ഒരു 7 അടി 8 അടിയോളം ബുഷായിട്ടുള്ള നല്ല ട്രെയിൻ ചെയ്തെടുത്ത പ്ലാന്റ് 1000 രൂപക്കാണ്. ഇപ്പോൾ നമ്മൾ ജഹാംഗീർ ഉണ്ട്, അമർപാളി ഉണ്ട്, അതേപോലെ തന്നെ അങ്ങനെ ഒത്തിരി വെറൈറ്റീസ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു മാങ്ങയാണ് ഈ നാംഡോക്കുമായി എന്ന് പറഞ്ഞത്. ഒരുപാട് സവിശേഷതകളുള്ള തായ്ലൻഡിലെ തന്നെ ഏറ്റവും ഫേവറേറ്റ് മാങ്ങയാണ് ഈ നാംഡോക്കുമായി. പിന്നെ ഇത് നാംഡോക്കുമായി, ഇത് കണ്ടില്ലേ നാംഡോക്കുമായിൻ്റെ ഗോൾഡ്, ഇത് കണ്ടില്ലേ നാംഡോക്കുമായിയുടെ പ്ലാന്റ് 800 രൂപയുടെ പ്ലാന്റ്. നിങ്ങൾ തന്നെ പറഞ്ഞോളൂ ഇതിൻ്റെ ഹൈറ്റ് എത്ര ഉണ്ട്. ഇത് കണ്ടില്ലേ, ഏകദേശം ഈ 6 അടിക്ക് മുകളിൽ 7 അടി എന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള നല്ല കടവണ്ണുള്ള പ്ലാന്റ് 800 രൂപയുടെ നാംഡോക്കുമായി ഇഷ്ടംപോലെ നമ്മുടെ നഴ്സറിയിൽ സ്റ്റോക്ക് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് സെലക്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ 800 രൂപയുടെ പ്ലാന്റാണ്. പിന്നെ അതേപോലെ തന്നെ വലിയ ബനാന മാംഗോയുടെ 7 അടി പൊക്കമുള്ള 800 രൂപയുടെ വലിയ പ്ലാന്റുകൾ നമുക്ക് നമ്മളതിൽ ഒത്തിരി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ ചെറിയ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതില്ല എന്നാരും വിചാരിക്കേണ്ട, ഇഷ്ടം പോലെ ചെറിയ പ്ലാന്റ് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ. ഇതൊക്കെ വലിയ പ്ലാന്റ്സുകളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇത് കണ്ടില്ലേ, അബിയുവിൻ്റെ ഇഷ്ടം പോലെ നമ്മുടെ നഴ്സറിയിൽ പുതിയ സ്റ്റോക്കാണ് അബിയുവിൻ്റെ. 800 രൂപയുടെ 21 കവർ സൈസിലിരിക്കുന്ന നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 800 രൂപയുടെ അബിയു. നമ്മൾ ഇത് കണ്ടില്ല വലിയ പ്ലാന്റുകൾ കേട്ടോ, അബിയു കായ്ക്കാറായിട്ടുള്ള വലിയ പ്ലാന്റുകൾ 21 കവർ സൈസിലിരിക്കുന്ന 800 രൂപയുടെ പ്ലാന്റാണ് ഈ ഫുള്ളായിട്ട് ഈ ഒരു റോ മൊത്തം ഇരിക്കുന്നത്. വലിയ സൈസ്, അതിലും വലിയ സൈസുകൾ വേണ്ടിയവർക്ക് നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ മാവുകളുണ്ട്. ദശേരി ഉണ്ട്, ആന്ധ്രയുടെ ഫേമസ് ആയിട്ടുള്ള നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ചിന്നരസാലു, പെദ്ദരസാലു, അങ്ങനെ തുടങ്ങി മറ്റേ ബങ്ങനപ്പള്ളി, കേസർ, രത്നഗിരി അൽഫോൺസ, അങ്ങനെ എല്ലാ സൈസ് ഇഷ്ടംപോലെ അതിലും വലിയ സൈസുകൾ വേണ്ടവർക്ക് നമുക്ക് അതും പല റേഞ്ചിലുള്ള മാവുകൾ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മൽഗോവ 500 രൂപയുടെ ഒരു 5 അടി 6 അടി പൊക്കമുള്ള നമ്മുടെ ഫാമിൽ നിന്ന് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ വരുന്നുണ്ട് 5 അടി പൊക്കമുള്ള മൽഗോവ. പിന്നെ അതേപോലെ തന്നെ സ്ട്രോബെറി പേരയുടെ യെല്ലോ വലുത്, കല്ലുകെട്ടിയൊക്കെ 850 രൂപയുടെ കല്ലുകെട്ടി. ഇതേപോലെ തൈവാൻ പിങ്ക്, ഇത് കണ്ടില്ല അമർപാളിയുടെ വലിയ പ്ലാന്റുകൾ 21 കവർ സൈസിലിരിക്കുന്ന 1000 രൂപയുടെ
വലിയ പ്ലാന്റുകൾ. ഇത് അത്രയും ബുഷ്, ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ ബുഷും ഹൈറ്റ് നിങ്ങൾ കണ്ടു. ഇതാണ് അമർപ്പാളി. ഭയങ്കര ടേസ്റ്റുള്ള മാങ്ങയാണ് ഈ അമർപ്പാളി എന്ന് പറഞ്ഞത്. ഇത്രയും ബുഷായിട്ടുള്ള 21 കവർ സൈസ് ഇരിക്കുന്ന പ്ലാന്റ് 1000 രൂപയുടെ വലിയ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിൽ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ തൈവാൻ പിങ്ക് ഉണ്ട്. കലാപ്പാടി 1200 ആണ് ഇപ്പോൾ നമുക്കുള്ളത്. പിന്നെ നമ്മളതിൽ 650 ഉണ്ട് വലിയ പ്ലാന്റ്, ഒരു 4 അടി ഒക്കെ പൊക്കമുള്ള 650 പ്ലാന്റ് ഉണ്ട്. 1200 പ്ലാന്റുകൾ. ഇത് കംപ്ലീറ്റ് കാലാപ്പാടിയാണ് ഈ ഇരിക്കുന്നത്. പിന്നെ സുവർണരേഖ ഉണ്ട്. പിന്നെ ഒരുപാട് പേര് നമ്മുടെ കഴിഞ്ഞതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു J33 പ്ലാവ് വലിയ പ്ലാന്റുകൾ ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുമ്പത്തെ വീഡിയോ നമ്മളെല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ട് ഇഷ്ടം പോലെ നമ്മുടെ നഴ്സറിയിൽ പുറകിലോട്ട് വരണം. നിങ്ങൾ പുറകിലോട്ട് വന്നാൽ മാത്രമാണ് നമ്മുടെ വലിയ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ഇരിക്കുന്നതാണ്. ഫ്രണ്ടിൽ മാത്രം നോക്കിയാൽ ഫ്രണ്ടിൽ നമ്മൾ ഫുള്ള് ചെടികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് പുറകിലോട്ട് വരുമ്പോഴാണ് ഈ J33യുടെ 7 അടി, ഇത് കണ്ടില്ലേ, ഇത്രയും വലിയ പ്ലാന്റുകളാണ്. 7 അടിയോളം പൊക്കമുള്ള നല്ല ബുഷുള്ള വലിയ പ്ലാന്റുകൾ, അത്യാവശ്യം നല്ല ട്രെയിൻ ചെയ്തെടുത്ത ഈ ഒരു റോ ഏകദേശം 150ഓളം പ്ലാന്റ് ഈ ഒരു റോ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ഒരു റോ ഉണ്ട്. 150-200ഓളം പ്ലാന്റ് നമുക്കിപ്പോൾ നമ്മുടെ നഴ്സറിയിൽ ലൈവ് സ്റ്റോക്ക് ഉണ്ട്. J33 നമ്മൾ ഈ ഒരു സൈസ് 7 അടി പൊക്കമുള്ള 21 കവർ സൈസ് ഇരിക്കുന്ന 7 അടി പൊക്കമുള്ള പ്ലാന്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക 1500 രൂപക്കാണ് നമ്മൾ ഇനി മുതൽ നമ്മൾ കൊടുക്കുന്നത്. 1800 കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ നമുക്ക് സ്റ്റോക്ക് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ 1500 രൂപക്ക് നമുക്ക് ഒരുപാട് പ്ലാന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ J33 വലിയ പ്ലാന്റ് പെട്ടെന്ന് കായ്ക്കുന്ന പ്ലാന്റ് വേണ്ടിയവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. 1500 രൂപക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെറൈറ്റിയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള, കൂടുതൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കാണപ്പെടുന്ന ഒരു മാങ്ങയാണ്. കാലിഫോർണിയയിലൊക്കെ 80% ഇത് അത്യാവശ്യം കാണപ്പെടുന്ന ഒരു മാങ്ങയാണ് ഈ ടോമി അറ്റ്കിൻസ് എന്ന് പറഞ്ഞ മാങ്ങ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മധുരത്തിലും സ്വാദിലും വലിയ ഉഗ്രനല്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ എക്സ്പോർട്ടിങ് ക്വാളിറ്റിയാണ് ഈ മാങ്ങയുടെ ഒരു പ്രത്യേകത. പിന്നെ അതിൻ്റെ ഒരു അപ്പിയറൻസ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ മാങ്ങയുടെ ഒരു ഭംഗിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ഈ ടോമി അറ്റ്കിൻസ്. പിന്നെ കൂടാതെ തന്നെ മാർക്കറ്റിൽ അത്യാവശ്യം റേറ്റുള്ളൊരു മാങ്ങയാണ് ഈ ടോമി അറ്റ്കിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോമി അറ്റ്കിൻസ് അതേപോലെ ഓസ്റ്റീന് ഇതൊക്കെ നമുക്ക് നമ്മുടെ മാംഗോ കളക്ഷനിൽ വെക്കാൻ പറ്റിയ മാങ്ങയാണ്. നിങ്ങൾ ഈ തായ്ലൻഡ് ഓൾ സീസണും അതേപോലെ തന്നെ നാസിക് പസന്തൊക്കെ വെക്കുന്നതിന് പതിൽ നമ്മൾ ഇതിലോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല അപ്പിയറൻസ് ഉള്ള മാങ്ങകളും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മാങ്ങകളാണ് ഈ ടോമി അറ്റ്കിൻസ്. അതേപോലെ തന്നെ നമ്മുടെ തൈവാൻ റെഡ്, ഇതാണ് തൈവാൻ റെഡ്. ഇതൊക്കെ നമ്മളിപ്പോൾ ടോമി അറ്റ്കിൻസൊക്കെ നമ്മൾ റേറ്റ് ഒന്നും കൂട്ടണില്ല, ഒക്കെ 800 രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ 6 അടി പൊക്കമുള്ള പ്ലാന്റുകളൊക്കെ 800 രൂപയ്ക്കാണ് നമ്മൾ ടോമി അറ്റ്കിൻസ് കൊടുക്കുന്നത്. പിന്നെ തൈവാൻ റെഡ്, നല്ല റെഡിഷ് കളറുള്ള തൈവാൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള മാങ്ങയാണ് ഈ തൈവാൻ റെഡ് എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ 800 രൂപയ്ക്കാണ് 6 അടി പൊക്കമുള്ള പ്ലാന്റും നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്വീറ്റ് കാട്ടിമൂണ് നമുക്ക് നാംഡോക്കിൻ്റെയും ആർട്ട്വീറ്റിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റിയ, അതിലൊരെണ്ണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നമ്മുടെ ഒരു വെറൈറ്റിയാണ് സ്വീറ്റ് കാട്ടിമൂൺ, തായ്ലൻഡ് സ്വീറ്റ് കാട്ടിമൂൺ. വർഷത്തിൽ ഏകദേശം ത്രൂ ഔട്ട് വർഷത്തിൽ കായ്ക്കുന്ന ഒരു പ്ലാന്റാണ് ഈ സ്വീറ്റ് കാട്ടിമൂൺ എന്ന് പറഞ്ഞാൽ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കായ്ച്ചു തുടങ്ങും. നല്ല പഴുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റിയാണ് ഈ സ്വീറ്റ് കാട്ടിമൂൺ. നല്ല മധുരമുള്ള അത്യാവശ്യം നല്ല ഫ്ലഷുള്ള വെറൈറ്റിയാണ് സ്വീറ്റ് കാട്ടിമൂണിൻ്റെ. വലിയ പ്ലാന്റുകൾ 6 അടി 7 അടി പൊക്കമുള്ള 800 രൂപയുടെ പ്ലാന്റുകളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അലഹബാദ് സഫേദ പേരകളിൽ തന്നെ ഏറ്റവും മികച്ച ഇനം, അതായത് നമ്മുടെ ഇന്ത്യയിൽ കൊമേഴ്ഷ്യലായി ചെയ്തുകൊണ്ടിരിക്കുന്ന അലഹബാദിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് അലഹബാദ് സഫേദ. കൂടുതൽ ഈ പ്ലാന്റുകൾ വരുന്നത് നമ്മുടെ കേരളത്തിലോ തമിഴ്നാട്ടിലോ എവിടെ നിന്നല്ല ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉള്ളത്. മെയിനായിട്ട് ആന്ധ്രയിലാണ് ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അലഹബാദ് സഫേദ മെയിനായിട്ട് പ്രൊഡക്ഷൻ ആന്ധ്രയിലാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാലമായിട്ട് ഏകദേശം എനിക്ക് നമ്മുടെ നഴ്സറി സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ സഫേദ പേര റെക്കമെൻഡ് ചെയ്യുന്ന ഉഗ്രൻ ടേസ്റ്റുള്ള പേരൊക്കെയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള പേരൊക്കെ തന്നെയാണ് ഈ അലഹബാദ് സഫേദ. നിങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കൊണ്ടുപോയി വെച്ചവർക്ക് അറിയാം, നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റിയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും വൈറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അടുത്ത് നമ്മൾ ചോദിച്ചപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ കൊണ്ടുപോയിട്ട് 1-2-3 കസ്റ്റമേഴ്സ് കൊണ്ടുപോയപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിങ്ക് കളറാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിൽ തന്നെ പിങ്ക് കളറായിട്ടും വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അലഹബാദ് സഫേദയിൽ തന്നെ പിങ്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞത് അതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മളത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉടൻ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യും. അതിനെ പറ്റിയുള്ള അലഹബാദ് സഫേദിൻ്റെ പിങ്ക് ഉണ്ടോ അതോ അത് മാറിയിട്ട് നമ്മുടെ തൈവാൻ പിങ്ക് ആണോ നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള പരിഹാരം നമ്മൾ തന്നെ ചെയ്യും. കാരണം ഒരു സംശയം വേണ്ട. അപ്പോൾ അലഹബാദ് സഫേദ എൻ്റെ അറിവിൽ വൈറ്റാണ്.
ആ ഒരു 3-4 കസ്റ്റമേഴ്സിന് അങ്ങനെ മാറി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിങ്ക് ഉണ്ട് എന്നാണ് അലേബ സഫേദിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് കാണിച്ചാൽ തീർച്ചയായിട്ടും നമ്മളെ പ്ലാന്റ് നമ്മളെപ്പോഴും പറയും ഇനം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് ഏതാണെങ്കിലും അവിയ ഗാർഡിൽ നിന്ന് മേടിക്കുന്ന ഒരു പ്ലാന്റ് ഇനം മാറിപ്പോയി കഴിഞ്ഞാൽ ആ ബില്ല് കാണിച്ചു തരാം. നമുക്ക് ആ ബില്ല് കാണിച്ചു തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്രയും ഗ്രോത്തുള്ള പ്ലാന്റ് നമ്മൾ തരും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമുക്ക് വിളിക്കുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക, ബില്ല് അയച്ചു തരാം. ആ പ്ലാന്റ് നിങ്ങൾക്ക് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് തരും, ഒരു സംശയം വേണ്ട അതിൽ. റംബുട്ടാൻ N18 അതേപോലെ റോങ്ഗ്രേന് മഹാർലിക ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഈ N18 നമ്മൾ വേണ്ട 6 അടി പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ ഇഷ്ടംപോലെ സ്റ്റോക്ക്. ഈ 2 റോയും നമുക്ക് N18 ആയിരിക്കുന്നത് 600 രൂപയുടെ പ്ലാന്റ്, 1.5 വർഷം കൊണ്ട് കായ്ക്കുന്ന 600 രൂപയുടെ N18 പ്ലാന്റുകൾ 6 അടിയോളം പൊക്കമുണ്ട്. നിങ്ങൾക്ക് വന്ന് ഇഷ്ടം പോലെ സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എവിയാർക്ക് നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് അബിയ ഗാർഡനാണ് ഈ എവിയാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡോക്ടർ ജോസ് ബെക്കോസ്മോയുടെ എവിയാർക്ക് യൂണിവേഴ്സിറ്റിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹമാണ് നമുക്ക് ഈ ലോകത്തിന് തന്നെ ഈ പ്ലാന്റ് എവിയാർക്ക് എന്ന് പറഞ്ഞ ചക്ക നമുക്ക് ഈ ചക്ക ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വേൾഡിൽ തന്നെ ഏറ്റവും മധുരമുള്ള നല്ല സ്വീറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ എവിയാർക്ക് എന്ന് പറയുന്നത്. ഈസ്റ്റേൺ വിസയാസ് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതാണ് എവിയാർക്കിൻ്റെ യൂണിവേഴ്സിറ്റിൻ്റെ നെയിമാണ് അവർ ഈ ഒരു പ്ലാന്റിനും ഇട്ടിട്ടുള്ളത്. നമ്മൾ ഒരുപാട് വീഡിയോ എവിയാർക്കിനെ പറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ പോയിട്ട് കാണാം. അഗ്രി ടി വിയിലൊക്കെ ഏകദേശം 3 മില്യൺ ആളുകളാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത്. 15,000-ത്തിലധികം പ്ലാന്റ്സ് നമ്മൾ എവിയാർക്കിൻ്റെ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഡ്രമ്മിൽ വെക്കരുത്. ഒരുപാട് പേര് ഡ്രമ്മിൽ വെക്കാം 2 വർഷം കൊണ്ട് കായ്ക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും അല്ല, ഫ്ലോപ്പാണ്. ഞാനത് നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഡ്രമ്മിൽ എവിയാർക്ക് വെക്കണ്ട. ചക്ക പ്ലാന്റ് ചെയ്യണമെങ്കിൽ പ്ലാവിൻ്റെ ഏത് വെറൈറ്റി ആയിക്കോട്ടെ നിങ്ങൾ പ്ലാന്റ് ചെയ്യണേ കഴിയുന്നത് നിങ്ങൾ നിലത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക. കാരണം ഒരിക്കലും നമ്മുടെ ഡ്രമ്മിൽ അത് നമ്മൾ വിചാരിച്ച പോലെ ഗ്രോത്ത് കാഴ്ച കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് എവിയാർക്ക് J33 പോലുള്ള പ്ലാവുകൾ. വിയറ്റ്നാമിൽ ഇന്നാലും നമുക്ക് ചിലപ്പോൾ 1-2 ചക്ക കാഴ്ച നോക്കാം. അപ്പോൾ ഇതാണ് എവിയാർക്കിൻ്റെ വലിയ പ്ലാന്റ്. ഇത് കണ്ടില്ല, ഇതിൻ്റെ സൈസ് കണ്ടോളൂ. 8 അടിയോളം പൊക്കമുള്ള എവിയാർക്കിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന റേറ്റ് നമുക്ക് വെറും 1,500 രൂപക്കാണ്. 2000-ന് കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റാണ്. ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫാമിലും ഉണ്ട് ഇഷ്ടംപോലെ പ്ലാന്റ്. 1,500 രൂപയുടെ 8 അടി 9 അടിയോളം പൊക്കമുള്ള എവിയാർക്കിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ 1000 രൂപക്കാണ് നമ്മളീ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ പ്ലാന്റുകളൊക്കെ നമ്മളിപ്പോൾ കൊടുക്കുന്നത് 1000 രൂപക്കാണ്. എവിയാർക്കിൻ്റെ അടുത്ത സൈസ് തന്നെ 1000. പിന്നെ അതിൻ്റെ തന്നെ ഒരു 3 അടി പൊക്കമുള്ള 450-ൻ്റെ അവൈലബിൾ ആണ്. വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ 5 അടി പൊക്കമുള്ള പ്ലാന്റ് നമുക്കിപ്പോൾ ഇത് നമ്മൾ 700 രൂപയുടെ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുത്തു. നമുക്ക് ഇനിയും സ്റ്റോക്ക് നമ്മുടെ ഫാമിൽ ഇപ്പോൾ വരാനുണ്ട്. അതുകൊണ്ട് നമ്മളൊരു 100 രൂപയും കുറച്ചിട്ട് 600 രൂപക്ക് 6 അടി പൊക്കമുള്ള വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ പ്ലാന്റ് 600 രൂപക്കാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ കസ്തൂരിയാന്ന് വിചാരിക്കേണ്ട, ബ്ലാക്ക് സ്റ്റോണാന്ന് വിചാരിക്കേണ്ട. പുതിയൊരു മാവ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇതാണ് ബ്ലാക്ക് സ്മിത്ത് മാംഗോ. മ്യാൻമറിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള മാംഗോയാണ് ഈ ബ്ലാക്ക് സ്മിത്ത്. പിന്നെ കൂടുതലും ബംഗ്ലാദേശിലാണ് ഇത് കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്ന ഒരു മാംഗോയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇല കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ വിചാരിക്കുക നമ്മൾ കസ്തൂരിയാണ്. പക്ഷേ കസ്തൂരിയുടെ ഇലക്കും ഇതും വളരെ ഡിഫറെൻ്റ് ആണ്. കസ്തൂരിയുടെ ചെറിയ ഇലയാണ്, ഇത് വളരെ പരന്ന നമ്മുടെ ഏകദേശം കാട്ടിമൂണോട് സെയിം ആയിട്ടുള്ള ഒരു വലിയ ലീഫാണ് ഈ ബ്ലാക്ക് സ്മിത്തിന് വരുന്നത്. ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കലിൽ കായ്ക്കുന്ന നല്ലൊരു വെറൈറ്റിയാണെന്ന് പറഞ്ഞിട്ടാണ് നമുക്കിത് തന്നിട്ടുള്ളത്. ഏകദേശം ഒരു 3.5 മുതൽ 4 വർഷത്തോളമാണ് ഈ പ്ലാന്റ് കായ്ക്കാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞത്. അത്യാവശ്യം ഇതിൻ്റെ ഇല കണ്ടില്ല, നല്ല വലുപ്പമുള്ള ഇലയാണ്. കസ്തൂരിൻ്റെ പറഞ്ഞാൽ വളരെ ചെറിയ ഇലയാണ്, കസ്തൂരിൻ്റെ ബ്ലാക്ക് സ്റ്റോണിൻ്റെ ഒക്കെ. ഇത് നല്ല വലുപ്പമുള്ള ഇലയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ബ്ലാക്ക് സ്മിത്താണ് കേട്ടോ. ബ്ലാക്ക് സ്റ്റോൺ അല്ല, കസ്തൂരി അല്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കസ്തൂരിയുടെ ചെറിയ ഇലയാണ്, ഇത് വലിയ ഇലയാണ് ബ്ലാക്ക് സ്മിത്ത്. ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത്. ഇതിൻ്റെ പ്രൈസ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വെറും 850 രൂപ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 850 രൂപക്കാണ് ബ്ലാക്ക് സ്മിത്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മാക്സിമം ഈ ഗീവ് അവേയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ കൂടാതെ തന്നെ ഗാർഡൻ പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ആട്ടോ. നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റുകൾ ഏത് വെറൈറ്റി വേണമെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് പോരും, ലിസ്റ്റ് ആയിട്ട് പോരും. നിങ്ങൾ പുതിയ വീടുണ്ടാക്കുന്ന ആളുകളാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി അടുത്ത ആഴ്ചയൊക്കെ ഇഷ്ടം പോലെ ലോഡ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലവറിങ്ങിൻ്റെ പ്ലാന്റ്സിൻ്റെ ലോഡ് ആരും മറക്കരുത്. തീർച്ചയായിട്ടും ഞായറാഴ്ച
ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ പ്ലാന്റ് ഫ്ലവറിങ്ങിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ലോഡ് വരുന്നുണ്ട്. ഒരുപാട് കളക്ഷൻ ഉണ്ടാവും. ഞായറാഴ്ച തന്നെ വന്നിട്ട് നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്യുക. ഒരു 10-11 മണിക്ക് ശേഷം വന്നത്, കാരണം ലോഡ് ഇറക്കി തീരുമ്പോൾ ഏകദേശം ആ ഒരു സമയമാവും. അത്യാവശ്യം തിരക്കുള്ള ദിവസം, ലോഡ് വരുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഫ്ലവറിങ്ങിൻ്റെ. റോസൊക്കെ വളരെ ചീപ്പ് റേറ്റിന്, ക്രീപ്പർ റോസൊക്കെ നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 60 റുപ്പീസിന്. നമ്മളിവിടെ 80-100 കൊടുത്തു കഴിഞ്ഞാൽ ക്രീപ്പർ റോസ് ഓൺ റൂട്ട് 60 രൂപ മുതൽ നമ്മളിപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കാൻ പോവാണ്. നിങ്ങൾ വരിക, മാക്സിമം ചെടികൾ പർച്ചേസ് ചെയ്യുക. ഈ ഒരു മഴക്കാലത്ത് നിങ്ങളുടെ വീടുകളിൽ മൊത്തം ചെടികൾ നിറയട്ടെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കോതമംഗലത്ത് നിന്ന് നമ്മുടെ 2 കസ്റ്റമർ വന്നിട്ടുണ്ട്. കാരണം നമ്മളെ വീഡിയോ അവരെ വീട്ടിലെല്ലാവരും സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും 2 പേര് ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളോട് വന്നത് നിങ്ങളെല്ലാ വീഡിയോ ഞങ്ങൾ കാണുന്നതാണ്. പിന്നെ അവർ കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇടുന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ഒരുപാട് ചെടികൾ അവർ മുന്നേ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ചെടികൾ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 2 മാവാണ് ആന്ധ്രയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ചിന്നരസാലു, അതേപോലെ തന്നെ പെദ്ദരസാലു. അപ്പോൾ നമ്മൾ ഈ ഒരു 2 പ്ലാന്റ്, ഓരോ പ്ലാന്റ് വീതം നമ്മുടെ കസ്റ്റമറിന് നമ്മൾ ഒരു ഗിഫ്റ്റായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുക. കാരണം നമ്മുടെ സബ്സ്ക്രൈബർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ചെടി 2 അവർക്ക് കൊടുക്കുക. നമ്മളെ തേടി വന്നിക്കുക കോതമംഗലത്ത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ കസ്റ്റമർ നമ്മളിതൊരു ഗിഫ്റ്റായിട്ട് നമ്മൾ ഈ ചിന്നരസാലും മാംഗോ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ വേറൊരു കസ്റ്റമർ കൂടി ഉണ്ട്, ഇത് അവർക്കും നമ്മൾ കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും കാരണം നമുക്ക് ഇതൊരു സന്തോഷം, നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മളെ തേടി വന്നിക്കുകയാണ് കോതമംഗലത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും 2 പേർക്കും നമ്മുടെ ഒരു മാവ് വീതം നമ്മൾ കൊടുത്താണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.